ഞാനും കെന്നും കൂടെ ബോസ്നിയയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തൂടെയുള്ള ദീർഘയാത്രയിലായിരുന്നു. ഇന്ന് രാവിലെ പുറപ്പെട്ടതാണ്. പക്ഷേ ഒത്തിരി സ്ഥലങ്ങളിലൂടെ പോയി, ഒത്തിരി കാഴ്ചകൾ കണ്ടു. മടക്കയാത്രയിൽ ഞങ്ങൾക്കൊരു സുഹൃത്തിനെ കിട്ടി, ഹാഷിം ഇപ്പം ഞങ്ങളുടെ കൂടെ കാറിലുണ്ട്. ഹാഷിം കാറിൽ കയറിയതിന് ശേഷം ഈ വണ്ടിക്കകത്ത് ചർച്ചകൾ നടക്കുകയാണ്, പൊരിഞ്ഞ ചർച്ചകൾ, ഇടയ്ക്ക് പൊട്ടിച്ചിരികൾ, ഇടയ്ക്ക് തർക്കങ്ങൾ. കെന്നും ഈ ഹാഷിമും കൂടെ നാട്ടുവിശേഷങ്ങൾ, വീട്ടുവിശേഷങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കെന്നി 28 വയസ്സുള്ള ഒരാളാണ്, ഈ ഹാഷിം 10-75 വയസ്സായ ഒരാളുമാണ്. പക്ഷേ ഇവർ തമ്മിൽ സംസാരിക്കാൻ വിഷയം ഒരു പഞ്ഞവുമില്ല. ഞാനിതൊക്കെ കേട്ട് ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ ഇരിക്കുന്നു, പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്നു, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ വലിയ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ ഞാൻ കെന്നോട് ചോദിക്കും, കെന്നെ നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞേ? അപ്പോൾ കെന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കി എന്നോട് പറയും. അപ്പോൾ കെൻ പറഞ്ഞു, ഈ യുദ്ധമൊക്കെ നടന്ന കാലത്ത്, ബോസ്നിയൻ യുദ്ധം നടന്ന കാലത്ത് ഭീകരമായ യുദ്ധമായിരുന്നു. ഈ യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ പോലെ ഒരു അതിർത്തിക്ക് അപ്പുറം ഇപ്പുറം നിന്നുള്ള യുദ്ധമായിരുന്നില്ല, ഒരുതരം വംശീയ കലാപമായിരുന്നു. ബോസ്നിയയ്ക്കകത്ത് ഒരു രാജ്യത്ത് ഒരു ഗ്രാമത്തിൽ ഒന്നിച്ച് ജീവിച്ച 3 വിഭാഗം ആൾക്കാർ തമ്മിൽ പരസ്പരം ഒരു നാട്ടിലകത്ത് നിന്നുകൊണ്ട്, ഒരു ഗ്രാമത്തിനകത്ത് നിന്ന്, ഒരു പട്ടണത്തിനകത്ത് നിന്ന് യുദ്ധം ചെയ്തു. എന്നാലും ചോദിക്കുക എത്ര ഭീകരമെന്ന്. നമുക്ക് അയൽവക്കംകാരനെ വിശ്വസിക്കാൻ വയ്യാത്ത അവസ്ഥ, അയൽവക്കത്തു നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴാണ് ആക്രമണം ഉണ്ടാകുമെന്ന് അറിയാത്ത അവസ്ഥ. അത്ര ഭീകരമായൊരു യുദ്ധമായിരുന്നു ബോസ്നിയൻ യുദ്ധം. കോളേജുകൾ അടച്ചുപൂട്ടി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി, ഒന്നും പ്രവർത്തിക്കാതായ ആ കാലത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഈ മനുഷ്യൻ കുടുംബസമേതം അതിർത്തി കടന്ന് യൂറോപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഡെൻമാർക്കിലെത്തുന്നത്. ഡെൻമാർക്കിൽ ചെന്ന് കുറേ കാലത്തേക്ക് അയാൾക്ക് അവിടെ ജോലിയൊന്നും കിട്ടില്ല. കാരണം ഒരു അഭയാർത്ഥിയെ പോലെയാണ് ചെല്ലുന്നത്. കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ സ്ഥിര താമസത്തിനുള്ള അനുമതി കിട്ടുന്നത്. അതുവരെ ഒരു അഭയാർത്ഥിയെ പോലെ കഴിഞ്ഞു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ യൂറോപ്പിലേക്ക് അക്കാലത്ത് ബോസ്നിയയിൽ നിന്ന് കുടിയേറിയെത്തി. അവരൊക്കെ ഇക്കാലമായപ്പോഴത്തേക്കും യൂറോപ്പിൻ്റെ പൗരന്മാരായി മാറിക്കഴിഞ്ഞു, അവിടെ സ്ഥിരതാമസമാക്കി. പക്ഷേ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ പല ആളുകളും ദേശസ്നേഹമുള്ളവർ, അല്ലെങ്കിൽ സ്വന്തം നാടിനെക്കുറിച്ച് ഗൃഹാതുരത്വമുള്ളവർ, ബന്ധുക്കളെ നാട്ടിൽ അവശേഷിപ്പിച്ചിട്ട് പോയവരൊക്കെ എന്ത് ചെയ്തു? അവർക്ക് തിരിച്ച് ബോസ്നിയയിലേക്ക് വരണമെന്നായി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പം ഈ ഹാഷിമും തിരിച്ച് നാട്ടിലേക്ക് വന്നു. തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാണ് സംഭവം വേറൊരു രീതിയിൽ കഥ മാറിയിരിക്കുന്നു. ഹാഷിമിൻ്റെ വീടും പറമ്പും ഒക്കെ വേറൊരു ക്രൊയാട്ടുകാരൻ കയറി താമസമാക്കി. ഇത് ഹാഷിമിന് മാത്രമല്ല, ഇങ്ങനെ നാട് വിട്ടു പോയവരുടെ വസ്തുവകകൾ നാട്ടിലുണ്ടാവുന്നവർ കയ്യേറി. അതൊരു സ്ഥിരം പരിപാടിയായി മാറി. ഹാഷിം തിരിച്ചെത്തിയപ്പം അവരുടെ തറവാട്ട് വീട്, ഹാഷിമിൻ്റെ വീട് ഇങ്ങനെ മറ്റൊരാളുടെ കയ്യിലാണ്, ഒരു ക്രൊയാട്ടിൻ്റെ കയ്യിലാണ്. അദ്ദേഹം അവിടെ ഒരു ഫാമൊക്കെ തുടങ്ങിയിരിക്കുന്നു, പശുക്കളും ആടുമൊക്കെ ആയിട്ട്, കൃഷിയൊക്കെ ആയിട്ട് ജീവിതം തുടങ്ങിയിരിക്കുന്നു. ഹാഷിം തിരിച്ചു വന്നു, ഇദ്ദേഹത്തെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ മനുഷ്യൻ പറഞ്ഞു, ക്രൊയേഷ്യൻ വംശജരാണ്, പുള്ളി പറഞ്ഞു, ഞാൻ മാറി തന്നേക്കാം, നിങ്ങളുടെ ആണെന്ന് എനിക്കറിയാം. അങ്ങനെ അയാൾ ആ വീടെല്ലാം ഒഴിവാക്കി കൊടുത്തു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായി. ഈ വീട് ഫാമാക്കി നടത്തിയതിൻ്റെ പേരിൽ ആ മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. പലതും ദ്രവിച്ചു തുടങ്ങി, നാശോന്മുഖമായി. അത് പൊളിച്ചു കളഞ്ഞിട്ടാണ് പിന്നീട് ഇപ്പോൾ ഉള്ള ആ വീട് ഹാഷിം പണിതത്. ആ കഥയാണ് ഹാഷിം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെന്നോടും പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഒരു ഹാഷിമിന് മാത്രമല്ല, ലക്ഷക്കണക്കിന് ഇത്തരം ബോസ്നിയക്കാർക്ക് ഇതുപോലെ ഹൃദയഭേദകമായ, വേദനിപ്പിക്കുന്ന കഥകൾ പറയാനുണ്ടാവും. അങ്ങനെ ഒരു പ്രതിസന്ധി കാലത്തൂടെ കടന്നുപോയൊരു ജനസമൂഹമാണത്. അപ്പോഴാണ് നമ്മളിവിടെ ഇരുന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുമ്പം ഗാലറിയിലെ കളി കാണുന്ന പോലെ അത്ര രസകരമല്ല യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് യുദ്ധത്തിൻ്റെ ഭീകരത ഏറ്റുവാങ്ങുന്ന ജനസമൂഹത്തിന്. നമ്മുടെ ഇന്ത്യയുടെ ഗുജറാത്തും രാജസ്ഥാനും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശും അതിനപ്പുറം ജമ്മുവും കാശ്മീരും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തെല്ലാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ വസിക്കുന്നുണ്ട്. അവരുടെ തലയ്ക്ക് മുകളിലേക്കാണ് ഡ്രോണുകൾ വന്ന് വീഴുന്നത്. അവരോരോ ദിവസവും ഭയന്ന് ഒളിച്ച് താമസിക്കുകയാണ്. അവരുടെ വീടും നാടും കൃഷിയിടവും പണിസ്ഥലവും എല്ലാം ഉപേക്ഷിച്ച് അവർ പലായനം ചെയ്യുകയാണ്. അവരുടെ വേദന അറിയാതെ നമ്മളിവിടെ ഇരുന്ന് യുദ്ധം നിർത്താനേ പാടില്ല, യുദ്ധം ഒരു കാരണവശാലും അവസാനിപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. എന്നു മാത്രമല്ല, ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ വൻ ശക്തി. ആ റഷ്യ ഒരു യുക്രൈനെ നേരിടാൻ പോയിട്ട് കൊല്ലം 4 പോവുക. ഇതുവരെ അതിനൊരു തീരുമാനമായില്ല. ഇന്നത്തെ കാലത്ത് എത്ര ചെറിയ അയൽരാജ്യമാണെങ്കിലും അവനെ പിന്തുണയ്ക്കാൻ, അവന് ആയുധങ്ങൾ കൊടുക്കാൻ മറ്റ് നമ്മുടെ ശത്രുക്കളുണ്ടാവും. അവരൊന്നിച്ച് നമ്മളെ അടിക്കാൻ കിട്ടിയൊരു അവസരമായിട്ട് ഉപയോഗിക്കും. അവരുടെ കയ്യിലും ആറ്റം ബോംബുണ്ട്. ഒരു യുദ്ധം ആർക്കും നേട്ടമുണ്ടാക്കിയതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല, നഷ്ടങ്ങളല്ലാതെ. ഓരോ മിസൈലും തൊടുത്തുവിടുമ്പോൾ, ഓരോ ഷെല്ലും തൊടുത്തുവിടുമ്പോൾ കോടാനുകോടി രൂപയ്ക്ക് തുല്യമായ സമ്പത്താണ് നമ്മൾ കത്തിച്ച് കളയുന്നത്. ഈ പ്രേക്ഷകരിൽ എത്ര പേരെന്നെ വിമർശിച്ചാലും വേണ്ടില്ല,
ഒരു യുദ്ധവും ആർക്കും ഗുണമുണ്ടാക്കിയിട്ടില്ലെന്ന് ഈ കഴിഞ്ഞ 29 കൊല്ലം ലോകം മുഴുവൻ സഞ്ചരിച്ച് യുദ്ധക്കെടുതികൾ നടന്ന നിരവധി നാടുകളിലൂടെ സഞ്ചരിച്ച് ആ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച മനുഷ്യരുമായിട്ട് ഇടപെട്ട് ആ കഥകൾ അറിയുന്ന എനിക്ക് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. യുദ്ധം എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു അത്ര നല്ലത്. ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെ 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും കൊറിയൻ യുദ്ധവും ഈ ബോസ്നിയയിലെ യുദ്ധവും അതുപോലെ തന്നെ റുവാണ്ട എന്ന് പറഞ്ഞ രാജ്യത്ത് നടന്ന ആഭ്യന്തര യുദ്ധവും മുതൽ എന്തെല്ലാം യുദ്ധങ്ങളുടെ ഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകരെങ്കിലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗാലറിയിലിരുന്ന് ടെലിവിഷൻ ചാനലുകൾ തത്സമയ സംപ്രേഷണം നടത്തിക്കൊണ്ട് അവരാഘോഷമാക്കുന്ന യുദ്ധ കമൻട്രികൾ കേട്ട് രോമാഞ്ചം കൊണ്ടിരുന്ന് പൊട്ടിക്ക് പട്ടാളം എന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറരുതെന്ന് എനിക്ക് അഭ്യർത്ഥനയുണ്ട്. ഏതായാലും ഞങ്ങൾ മടക്കയാത്രയിലാണ്. ഇനി വളരെ ഒരു അത്ഭുതകരമായൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ബോസ്നിയയിൽ ഒരു പിരമിഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ബോസ്നിയക്കാർ പറയുന്നു അവിടെ ഒരു പിരമിഡുണ്ട്. അവിടുത്തെ പിരമിഡാണ് ലോകത്തെ ഏറ്റവും വലിയ പിരമിഡ്. അവിടുത്തെ പിരമിഡാണ് ലോകത്തെ ആദ്യത്തെ പിരമിഡ്. 30,000 കൊല്ലത്തിനും 40,000 കൊല്ലത്തിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ അവിടെ മനുഷ്യർ ജീവിച്ചിരുന്നതും ആ മനുഷ്യർ പണിയിച്ച ഒരു പിരമിഡ് അവിടെ ഉണ്ടെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. എങ്കിലും അതൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ടാണ് വണ്ടി വിടുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ പല ഗ്രാമങ്ങളും പിന്നിട്ട് പോകുമ്പോൾ പല ഗ്രാമങ്ങളിലും വീടുകളുടെ മുറ്റത്ത് മുമ്പിൽ, അതായത് റോഡിൻ്റെ വക്കിലായിട്ട്, വീട് കുറച്ച് പിന്നിലായിരിക്കും, കുറേ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ചിലയിടത്ത് വെറുതെ ഒരു കമ്പി വലിച്ചു കെട്ടിയിട്ട് അതിൽ തൂക്കിയിട്ടിരിക്കുകയായിരിക്കും പല സാധനങ്ങൾ. വേറെടുത്ത് ചില തട്ടികളുണ്ടാക്കി അതിൽ നിരത്തി വെച്ചിരിക്കുകയായിരിക്കാം. ചിലയിടത്ത് ഒരു മേശ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ നിരത്തി വെച്ചിരിക്കുകയാകും. ഇങ്ങനെ പല സാധനങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു ഗ്രാമത്തിൽ കുറേ കുപ്പികളാണ് നിരത്തി വെച്ചിരിക്കുന്നത്, പല നിറമുള്ള കുപ്പികൾ. അപ്പോൾ ഞാൻ ചോദിച്ചു കെന്നോട്, ഇതെന്താ കെന്നെ ഈ സാധനം എന്താ വെക്കാൻ വെച്ചിരിക്കുന്നത്? അപ്പോൾ കെൻ പറഞ്ഞു അത് തേനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പല നിറത്തിലുള്ള തേൻ എങ്ങനെയാണ് വരുന്നത്? പറഞ്ഞു പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്യുന്നതാണ്. നമുക്കവിടെ വണ്ടി നിർത്തിയാലോ? ശരി, വണ്ടിക്കൻ അവിടെ മുമ്പിട്ട് കൊണ്ട് മാറ്റി നിർത്തി. ഞാൻ വണ്ടിയിൽ നിന്ന് ക്യാമറയായിട്ട് ഇറങ്ങിച്ചെന്നു. ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് കുറേ തേൻ കൂടുകളുണ്ട്, തേൻ പെട്ടികൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് തേനീച്ച വളർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തേനീച്ച വീടിൻ്റെ മുറ്റത്ത് പെട്ടിയൊക്കെ വെച്ച് വളർത്തുന്ന തേനീച്ചയുടെ കൂട്ടിൽ നിന്ന് കിട്ടുന്ന തേനാണ് ചില പ്രത്യേക നിറത്തിലുള്ളത്. എന്നാൽ വനത്തിനകത്ത് ഈ വീടിൻ്റെയൊക്കെ പിന്നിലെ ഒരു മലനിരയാണ്, ആ മലയുടെ മുകളിലെല്ലാം വനമാണ്. ഈ വനത്തിൽ ഇവർ തേൻ കൂട് കൊണ്ടുപോയി വെക്കും. അവിടെ നിന്ന് കിട്ടുന്നതിന് വേറൊരു തരം നിറമാണ്. കാരണം അവിടെ വ്യത്യസ്ത ഇനം ചെടികളും പൂക്കളുമാണ്. അതുകൊണ്ടാണ് വനത്തിലെ പുഷ്പങ്ങളിൽ നിന്നാണ് ആ തേന്. അങ്ങനെ ഓരോ പ്രദേശത്തു നിന്നുള്ള തേനുകൾക്ക് പല നിറം, അത് അങ്ങനെ വെച്ചിരിക്കുന്നു. നല്ല ഒറിജിനൽ തേനാണ്. കെന്നത് സാക്ഷ്യപ്പെടുത്തി. ഒരല്പം മേടിച്ച് രുചിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഗംഭീര സാധനമാണ്. അപ്പോഴത്തേക്ക് ഹാഷിമിന് ഇത് മേടിക്കണം. ഹാഷിം 1-2 കുപ്പി തേൻ വാങ്ങി. ഞങ്ങൾ അവരുടെ ഷോട്ടൊക്കെ എടുത്ത് അവിടുന്ന് യാത്രയായി. ഇപ്പോൾ സമയം ഒരു 5:30 കഴിഞ്ഞു. ഇനി ഒരു 1.5 മണിക്കൂറോടെ ഓടിയെങ്കിലേ നമ്മൾ ഈ പറഞ്ഞ പിരമിഡിൻ്റെ സ്ഥലത്തെത്തുള്ളൂ. വിസോക്കോ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. വിസോക്കോ ഒരു ചെറിയ പട്ടണമാണ്. ആ പട്ടണത്തിൻ്റെ പിന്നിൽ ഒരു മലയുണ്ട്. ആ മലയല്ലെന്നും അതൊരു പിരമിഡാണെന്നുമാണ് ആ നാട്ടുകാർ വിശ്വസിക്കുന്നത്. ആ മലയുടെ അടിവാരത്ത് താഴ്വാരത്ത് കുറച്ച് ഗുഹകളുണ്ട്. ഈ ഗുഹകളും ഈ 30,000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ ഉണ്ടാക്കിയ ഗുഹയാണെന്നും അതിന് ചില ആത്മീയ പ്രഭാവങ്ങളുണ്ടെന്നും അതിനകത്ത് ചില അത്ഭുത സിദ്ധികളുണ്ടെന്നും ഒക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ 7 മണിക്ക് ഈ ഗുഹ അടയ്ക്കും. അതിനുമ്പോൾ അവിടെ ചെല്ലണം. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല സ്പീഡ് വിട്ടു പോവുകയാണ്. കഥ പറച്ചിൽ തുടരുന്നുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഓടി വിസോക്കോ ഗ്രാമത്തിലേക്ക് എത്തുന്നു. വിസോക്കോ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അങ്ങ് അകലെ നിന്ന് ഒരു മല കാണാം. ആ മലയ്ക്ക് ഒരു പിരമിഡിൻ്റെ ഷേപ്പ് ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയാണ്. പക്ഷേ ആ മലയ്ക്ക് ഒരു പിരമിഡിൻ്റെ ഷേപ്പുണ്ട്, അത് വാസ്തവമാണ്. പക്ഷേ ഒരു പൂർണ്ണമായ പിരമിഡാണെന്ന് ചോദിച്ചാൽ അല്ല താനും. നമ്മൾ പിരമിഡിൻ്റെ അടുത്തേക്ക് ആദ്യം പോകുന്നില്ല, ആദ്യം ഈ ഗുഹയിലേക്ക് പോകാൻ തീരുമാനിച്ചു. വേറൊരു വഴിയിലൂടെ വളഞ്ഞ് ഓടി ഈ ഗുഹയുടെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഇനി കറക്റ്റ് 20 മിനിറ്റ് കൂടിയുണ്ട് 7 മണിയാകാൻ. അതായത് വേണമെങ്കിൽ നമുക്ക് അകത്ത് കയറാം. കെൻ ഓടി ചെന്ന് ടിക്കറ്റ് എടുത്തു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ കുറച്ച് പേരുമായിട്ട് ഒരു ഗൈഡ് ഈ ഗുഹയ്ക്കകത്തേക്ക് പോയിരിക്കുക. ആ ഗൈഡ് തിരിച്ചു വന്നിട്ടേ നിങ്ങളെ കയറ്റി വിടുള്ളൂ. ഗൈഡിൻ്റെ കൂടെ മാത്രമേ നമ്മളെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അങ്ങനെ കാത്തു നിന്നു. അപ്പോൾ അവിടെയെല്ലാം ഈ ഗുഹ കണ്ടുപിടിച്ചതിൻ്റെ ചരിത്രം, അവിടെ നടന്ന ഉത്ഖനനങ്ങളുടെ ചരിത്രം, ദീർഘകാലം അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ചരിത്രം. സെമീർ ഉസ്മാനാഗിച്ച് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഗുഹ കണ്ടുപിടിക്കുകയല്ല. ഈ സെമീർ ഉസ്മാനാഗിച്ച് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഒരു ബോസ്നിയക്കാരനാണ്. അങ്ങനെയൊക്കെ കുറച്ച് ചരിത്രത്തിലും ഈ ഇത്തരം പരിവേഷണങ്ങളിലൊക്കെ താല്പര്യമുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ മല അയാളുടെ ശ്രദ്ധപ്പെടുന്നത്. അങ്ങനെ അങ്ങ് തീരുമാനിച്ചു ഇതൊരു പിരമിഡാണെന്ന്. പിന്നെ ഇത് പിരമിഡാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി ശ്രമങ്ങൾ അദ്ദേഹം നടത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വായിച്ചിട്ടുകൊണ്ട് യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിയാം, പിരമിഡിനൊക്കെ അകത്തേക്കൊരു ഗുഹയുണ്ടാവണം, ഒരു എൻട്രൻസ് ഉണ്ടാവും. കാരണം പിരമിഡുകൾ പൊതുവേ ആളുകളെ സംസ്കരിച്ച, പ്രമാണിമാരായ ആളുകളെ സംസ്കരിച്ച സ്ഥലങ്ങളോ സ്മാരകങ്ങളോ ഒക്കെ ആവും. അപ്പോൾ അതിനകത്തേക്കൊരു എൻട്രൻസ് ഉണ്ടാവും. അങ്ങനെ അയാൾ ആ ഗ്രാമത്തിൽ ഒത്തിരി നാളുകൾ പരിവേഷണങ്ങളൊക്കെ നടത്തി
ഈ ഈ മലഞ്ചെരിവ് ഉണ്ടല്ലോ, ഈ പിരമിഡാണെന്ന് തോന്നിക്കുന്ന ആ മലയുടെ ചെരുവുകളൊക്കെ ചില ഉത്ഖനനങ്ങളൊക്കെ നടത്തി. അപ്പോൾ അങ്ങേർക്ക് ഈ ഈ മണ്ണിനടിയിൽ ഒരു കോൺക്രീറ്റ് സ്ലാബ് പോലെ ഒരു പ്രതലം കണ്ടെത്താൻ പറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പിരമിഡിൻ്റെ ഉപരിതലമാണ്, അതിൻ്റെ മുകളിൽ മരങ്ങളൊക്കെ വളർന്നതാണ് നൂറ്റാണ്ടുകൾ കൊണ്ട് എന്നാണ് ഇദ്ദേഹം സ്ഥാപിക്കുന്നത്. കുറേയേറെ ആളുകൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ വലിയൊരു ശതമാനം പറയുന്നു അതൊരു പിരമിഡല്ല, അവിടെ മനുഷ്യർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മലയുടെ ഉപരിതലത്തിലും മലഞ്ചെരിവിലൊക്കെ താമസിച്ചിരുന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോഴും അവിടെ മനുഷ്യർ വസിക്കുന്നുണ്ട്. അവർ നടത്തിയ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവശേഷിപ്പുകളൊക്കെയാണ് കിട്ടിയെന്നാണ് അതിനെ എതിർക്കുന്നവർ പറയുന്നത്. എന്നാൽ ഈ ഉസ്മാനോവിച്ച് അവിടെ നിർത്താൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം അതിൽ ഉറച്ചു വിശ്വസിച്ചു. എന്ന് മാത്രമല്ല, അവിടെ 5 പിരമിഡുകളുണ്ടെന്ന് പുള്ളി സ്ഥാപിച്ചു. ഈ വലിയ പിരമിഡ് സൂര്യൻ്റെ പിരമിഡ്, പിന്നെ മറ്റൊന്ന് ചന്ദ്രൻ്റെ പിരമിഡ്, മറ്റൊന്ന് ഗിസ പിരമിഡ്, പിന്നെ ഡ്രാഗണിൻ്റെ പിരമിഡ്, പിന്നെ സ്നേഹത്തിൻ്റെ പിരമിഡ്. ഇതൊക്കെ ഇങ്ങേരിട്ട പേരാണ് കേട്ടോ. അങ്ങനെ 5 പിരമിഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഒരെണ്ണം പണി പൂർത്തിയാകാതെ അതെല്ലാം ഈ പിരമിഡ് പോലെ ആയിട്ടില്ല. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് അതൊന്നും പണി പൂർത്തിയായില്ല, അതുകൊണ്ടാണത്രേ. ഏതായാലും ഈ ഒരു പിരമിഡ് ഏതാണ്ട് പ്രകടമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങേര് ഈ പിരമിഡിനകത്തേക്ക് ഒരു ഗുഹയുണ്ടാകും എന്നുള്ളത് പുള്ളിക്കറിയാം. ഈ നമ്മുടെ ഈജിപ്തിലെ പിരമിഡിലും ഒക്കെ അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മെക്സിക്കോയിലുള്ള പിരമിഡുകളിലൊക്കെ നമുക്കിത് അകത്തേക്കൊരു എൻട്രൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങേര് ആ പ്രദേശത്തെ ഗ്രാമങ്ങളിലൂടെ അലഞ്ഞ് നടക്കുമ്പോൾ അവിടെ കളിച്ച് നടന്ന കുട്ടികൾ പറഞ്ഞു, ഈ മലഞ്ചെരുവിലൊരു ഗുഹയുണ്ട്, ഞങ്ങൾ അതിനകത്തൊക്കെ കയറാറുണ്ടെന്ന് പറഞ്ഞു. അതയാൾക്ക് വലിയൊരു പിടിവള്ളിയായി. അങ്ങേര് ചെന്നു, എക്സ്കവേഷൻ ആരംഭിച്ചു. അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് ചില ഭാഗങ്ങളിൽ എന്തൊക്കെയോ മതിൽ കെട്ടിയ പോലെയൊക്കെ ഉണ്ട്. അവിടെ ഏതൊക്കെയോ മനുഷ്യർ ഏതൊക്കെയോ കാലത്ത് ജീവിച്ചിരുന്നത് പോലത്തെ ചില അവശേഷിപ്പുകളൊക്കെ ഈ ഗുഹയ്ക്കകത്തൊക്കെ ഉണ്ട്. ആ ഗുഹ മണ്ണ് മാറ്റി തെളിച്ചെടുത്തു. അങ്ങേര് പറയുന്നത് ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിലേക്ക് അങ്ങേരെ ആ ഗുഹ കണ്ടുപിടിച്ചു എന്നാണ്. പക്ഷേ ഇപ്പം നമുക്ക് അത്രയൊന്നും കയറാൻ പറ്റില്ല, അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ ഗുഹയ്ക്കകത്തൊരു തടാകമുണ്ട്. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നു. എന്നു മാത്രമല്ല, ഈ ഗുഹയ്ക്കകത്ത് അത്ഭുതകരമായ ഒരു ശക്തി സ്രോതസ്സ് ഇന്ന് പ്രവഹിക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ഈ സമീർ ഒസ്മാനാഗിച്ച് അദ്ദേഹത്തിൻ്റെ കാശ് കൊണ്ട് അദ്ദേഹം ഇതിന് പ്രചാരമൊക്കെ കൊടുത്ത് അദ്ദേഹം ഇതിനെ ഒരു സംഭവമാക്കി മാറ്റാൻ ശ്രമമെല്ലാം നടത്തിയപ്പോൾ ഈ ബോസ്നിയൻ ഗവൺമെൻറ്റിന് ഒരു കാര്യം മനസ്സിലായി, ഇത് നല്ലൊരു ടൂറിസം പ്രോഡക്റ്റാണെന്ന് മനസ്സിലായി. ഇതിന് നല്ലൊരു പ്രചാരം കൊടുത്താൽ ഇത് കാണാൻ, ഇത് സത്യമാണെങ്കിൽ അല്ലെങ്കിൽ ആൾ വരുമെന്ന് മനസ്സിലായി. അങ്ങനെ ബോസ്നിയൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ബോസ്നിയയിൽ ഇതാ ഒരു പുതിയ പിരമിഡ് കണ്ടെത്തിയിരിക്കുന്നു, അതിൻ്റെ അടിയിലേക്ക് ഒരു ഗുഹ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി ആളുകൾ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അതിന് കുറച്ച് ഫണ്ട് ചെയ്തു, പല ഏജൻസികൾ അതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി, പലരും സഹകരിക്കാൻ തുടങ്ങി. ബോസ്നിയൻ ഗവൺമെൻറ് തന്നെ ഇതിനെ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഗുഹ ഒരു വലിയ സംഭവമാക്കി മാറ്റി. ശരിക്കും പറഞ്ഞാൽ കുറേ കഥകളും കുറേയേറെ കെട്ടുകഥകളും കുറേ വിശ്വാസങ്ങളും കുറേയേറെ അന്ധവിശ്വാസങ്ങളും എല്ലാം ചേർന്ന ഒരു സംവിധാനമാണ് ഈ ഗുഹ ഈ ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതല്ലാതെ ചരിത്ര സത്യങ്ങളോ ആർക്കിയോളജിക്കൽ ഫാക്റ്റുകളോ മാത്രമല്ല, അതാണ് കുറച്ച് ഈ പറഞ്ഞ ചില സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു ചെറുപ്പക്കാരൻ ഗുഹയ്ക്കകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഓടി ഓടി അങ്ങ് പോകുന്നു. ഒരു സ്ത്രൈണഭാവമുള്ളൊരു പയ്യൻ. അപ്പം നമ്മുടെ ഹാഷിമിന് ഇത് കാണാൻ വരണം. ഹാഷിമും കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്ത് കയറുമ്പോൾ ഓരോ ഭാഗത്തും ചെല്ലുമ്പോൾ ഗുഹകൾ പല ഭാഗത്തായി പിരിഞ്ഞ് പോകുന്നുണ്ട്. ഈ ഗുഹയിൽ ചില കല്ലുകൾ, ഉരുളൻ കല്ലുകൾ വെച്ചിരിക്കുന്നു. വളരെ പ്രഷ്യസായ സാധനം പോലെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കല്ലുകളെ വെച്ചിട്ട് ഇയാൾ ഒത്തിരി കഥ പറയുന്നുണ്ട്, ഒത്തിരി ക്ലാസ് എടുക്കുന്നുണ്ട് ഈ പയ്യൻ. അപ്പോൾ അവനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവൻ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. ഈ ഓരോ കല്ലും ഓരോ സെറാമിക് ബ്ലോക്കുകളാണെന്നാണ് ഇവർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ സെറാമിക് ബ്ലോക്കുകളിൽ നിന്ന് ഒരു പ്രത്യേക വികിരണം പുറപ്പെടുന്നുണ്ടത്രേ. നമ്മളിങ്ങനെ കൈ അതിനോട് അടുപ്പിച്ച് അത് തൊടാതെ ഇച്ചിരി അകലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കകം കുറച്ച് കഴിയുമ്പോൾ ചൂടാകുമെന്നാണ് പറയുന്നത്. ഞാനങ്ങനെ വെച്ച് നോക്കി, ചെറിയ ചൂട് എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ കല്ലുകൾ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന കല്ലുകളാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രോഗികളായ ആളുകൾ, ക്യാൻസർ പേഷ്യൻസ്, ബ്ലഡ് പ്രഷറുള്ളവർ, ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഇവിടെ വരാറുണ്ട്. അവർ ഒരു ഫുൾ ഡേ ഇത്തരം ഓരോ ചേമ്പറുകളിൽ, അതായത് ഇത്തരം ഓരോ കല്ലുകൾ, പ്രഷ്യസ് സ്റ്റോണുകൾ വെച്ചിരിക്കുന്ന ഈ ചേമ്പറുകളിൽ വന്നിരുന്ന് ധ്യാനിച്ചിരിക്കും. ഇവരൊരു ദിവസം ധ്യാനിച്ചിരുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും ഇവരുടെ പല രോഗാവസ്ഥകളിലും മാറ്റം ഉണ്ടാകുന്നുണ്ടെന്നാണ് അത്രേ ഇവർ പറയുന്നത്. അത് പരിശോധിക്കുമ്പോൾ ആ മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പയ്യൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആളുകൾ കയറിപ്പോകുന്നുണ്ട്. അപ്പം നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾ 20 മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട് കേട്ടിറങ്ങിപ്പോരാം. ഈ കണ്ടു കേട്ടിറങ്ങിപ്പോരുന്ന ആളുകളിൽ വലിയൊരു ശതമാനം ഇവിടുത്തെ സ്ഥിരം വിസിറ്റേഴ്സായി മാറും. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ പിന്നെ അവിടെ താമസിച്ചിട്ട് അടുത്ത ദിവസം പകൽ ഫുൾ ഡേ ടൂറിന് വരും. ഫുൾ ഡേ ടൂറല്ല, ട്രീറ്റ്മെൻറ്റിന് വരും. അപ്പോൾ അവർ ഈ ഗുഹയ്ക്കകത്ത് വന്ന്
അവിടെ ധ്യാനിച്ചിരിക്കും, ചമ്രം പടിഞ്ഞ് അല്ലെങ്കിൽ അവിടെ വെറുതെ ഇരിക്കും. ഒരു ദിവസം ഇതിനകത്ത് ഇരുന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇവരുടെ ആരോഗ്യത്തിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇങ്ങനെ പല ഗുഹകളിലൂടെ നടന്നു. ചിലയിടത്തൊക്കെ ഈ ഗുഹ ഇടിഞ്ഞു പോകാനുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ വലിയ മരത്തൂണുകൾ കൊണ്ട് മുട്ടുകൊടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നു. മേൽക്കൂരയിൽ തലാനുകൾ നിരത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പുറത്തിറങ്ങി വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ കഥയെക്കുറിച്ച് കെന്നിന് വലിയ മതിപ്പൊന്നുമില്ല. കെൻ പറയുന്നത് ഇതൊരു തട്ടിപ്പാണെന്നാണ്. ഹാഷിമിന് പക്ഷേ ചെറിയൊരു വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ പിരമിഡൂടെ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ വിസോക്കോ നഗരത്തിൻ്റെ പിന്നിലേക്ക് ചെന്നു. നഗരത്തിനകത്തൂടെ പോകണം. ഈ നഗരം എന്ന് പറയുന്നത് ഈ ബോസ്നിയൻ യുദ്ധകാലത്ത് കൊടിയ യുദ്ധം നടന്നിരുന്ന, ഭീകരമായ കൂട്ടക്കൊലകൾ നടന്നിരുന്ന ഒരു പട്ടണമാണ്. ഇന്ന് ശാന്തമാണ്, പക്ഷേ അകത്ത് പുകയുന്നുണ്ട്. ആ വൈരാഗ്യവും ആ ശത്രുതയൊന്നും ഇന്നും മാറിയിട്ടില്ല. അതിലൂടെ ഇങ്ങനെ പോയി മല കയറി നഗരത്തിൻ്റെ പിന്നിലേക്ക് ചെല്ലുമ്പം ഈ പിരമിഡിൻ്റെ ചൂട്ടിൽ ചെല്ലുകയാണ്. പിരമിഡിൻ്റെ ചൂട്ടിൽ ചെല്ലുമ്പോൾ നമ്മളൊരു മലയുടെ അടിവാരത്ത് നിൽക്കുന്നതാണെന്നേ തോന്നുള്ളൂ. അവിടെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യില്ല. ഇത് അകലെ നോക്കുമ്പോഴാണ് ഈ പിരമിഡിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് തോന്നുക. ഞാനതങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പം ഒരു പട്ടി ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഞങ്ങളെ കാണാൻ വേണ്ടി തന്നെ, ഞങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അവൻ എവിടുന്നോ കയറി വരികയാണ്. കഴുത്തിലൊരു ബെൽറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഏതോ വീട്ടിൽ വളർത്തുന്ന കക്ഷിയാണ്. വന്നിട്ട് ഇവന് ഞങ്ങളോട് വലിയ സ്നേഹം. അവൻ ഞങ്ങളുടെ വട്ടത്തിൽ നടക്കുകയാണ്. അവിടെ ഇരിക്കുന്നു, കിടക്കുന്നു, ഞങ്ങൾ തലോടുന്നു. വേണ്ടി വന്നാൽ ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ കയറി പോരാൻ ആശാൻ റെഡിയാണ്. അവൻ വളരെ മാന്യനാണ്, വളരെ കുലീനനാണ്. അവൻ ഞങ്ങളെ വഴി കാണിച്ചു തരാനുള്ള മട്ടിൽ നിൽക്കുകയാണ്. ഞാൻ അവൻ്റെ തലയിലൊക്കെ ഒന്ന് തലോടി. അവൻ ഒരു അപരിചിതത്വവും ഇല്ല, വളരെ ഫ്രണ്ട്ലി. അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നവരൊക്കെ ആയിട്ട് ഇവൻ ഇതേ സ്വഭാവമായിരിക്കാം. കുറേ നേരം കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയെ കയറി കളയുമെന്ന് തന്നെ തോന്നി. കെന്നു അവനെ തലോടി, അവനെ കുറച്ച് നേരം ഓമനിച്ചു. കുറച്ച് നേരം അവനെയൊക്കെ പരിചരിച്ച് നിന്നിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ്. ഇനി സരയേവോ നഗരത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ യാത്ര തുടരുമ്പോൾ നമുക്ക് കുറച്ച് അകലേക്ക്, നഗരത്തിൽ നിന്ന് കുറച്ച് അകലേക്ക് എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ പിരമിഡിൻ്റെ ഷേപ്പിലുള്ള ഈ മല കാണാം. ഞാനവിടെ വണ്ടിയിൽ നിർത്തി ഇറങ്ങി ആ ഷോട്ടുകൾ എടുത്തു. പിരമിഡിൻ്റെ ഏതാണ്ടൊരു ഷേപ്പ് ഒരു സൈഡിലുണ്ട്. ഒരു ത്രികോണാകൃതിയിലാണ് ആ മല നിൽക്കുന്നത്. വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ സരയേവോ നഗരത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് കെൻ പറഞ്ഞു, ഇവിടെ വേറൊരു കാഴ്ചയുണ്ട്, നിങ്ങളെ അതങ്ങ് കാണിച്ചേക്കാം. നമ്മളെ ലിസ്റ്റിനകത്തതുള്ളതല്ല, എന്നാലും നമുക്ക് കയറിയേക്കാം. അങ്ങനെ ആ നഗരപ്രാന്തത്തിലെ വീടുകൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെ മലഞ്ചെരുവിലൂടെ ഓടി മലയുടെ മുകളിലെത്തുകയാണ്. ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മറ്റേ സൈഡിൽ താഴെ സരയേവോ നഗരം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഈ മലമുകൾ ഈ യുദ്ധകാലത്ത് സെർബിയൻ സൈന്യത്തിൻ്റെ അധീനതയിലായിരുന്നു. ഈ മലനിര മാത്രമല്ല, ഈ നഗരത്തെ ഏതാണ്ട് ചുറ്റി എന്ന പോലെ മലകളാണ് നിൽക്കുന്നത്. ഈ മലമുകളിൽ മുഴുവൻ സെർബിയൻ പട്ടാളക്കാരായിരുന്നു. അവരവിടെ പീരങ്കികളും തോക്കുകളും ഗ്രനേഡ് ലോഞ്ചറുകളും ഒക്കെ ആയിട്ട് ആയിരക്കണക്കിന് പടയാളികൾ നിരന്നു നിന്നു. അവരധികം നഗരത്തിനകത്തേക്ക് ഇറങ്ങിയില്ല. ഇവർ ചെയ്ത പണി എന്താണെന്നറിയോ? ഈ നഗരത്തിലുള്ളവരെ പുറത്തു വിടാതെ, പുറത്തുനിന്ന് ഒരു സാധനവും മനുഷ്യരും അകത്തേക്ക് വരാതെ 3 വർഷത്തിലേറെക്കാലം ഉപരോധിച്ച് നിർത്തി. ഒരു സാധനം അകത്ത് വരില്ല, ഇവരെ പുറത്തേക്കും വിടില്ല. നരകയാതന അനുഭവിച്ച് ഇവരെ കിടക്കുക. അപ്പോൾ ഈ 3-4 വർഷം എങ്ങനെയാണ് ഇങ്ങനെ പുറത്തുനിന്ന് ഒരു വസ്തുവും വരാതെ, ഭക്ഷ്യവസ്തുക്കൾ വരാതെ, ആയുധങ്ങൾ വരാതെ, മരുന്ന് വരാതെ, ചികിത്സിക്കാൻ പോകാൻ പറ്റാതെ, പുറത്തുനിന്നൊന്നും ഇങ്ങോട്ട് വരാതെ, ഇവിടെയുള്ളവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റാതെ എങ്ങനെ ജീവിച്ചു? അതൊരു അത്ഭുതമായിരുന്നു. അത് ലോകത്തിന് ഇന്നും അതിശയകരമായ കാര്യമാണ്. ആ അതിശയത്തിനൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം പിന്നെ ഇതിന് പുറകെ വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടു. അവിടെ നിന്ന് തിരിച്ച് യാത്ര തുടർന്നു. അപ്പോഴത്തേക്കും നേരെ ഇരുട്ടി വരികയാണ്. നഗരത്തിൻ്റെ പ്രധാന തെരുവിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൻ്റെ ചുവട്ടിലെത്തിയപ്പം ഹാഷിം പറഞ്ഞു, എന്നെ ഇവിടെ ഇറക്കിയരെ, എൻ്റെ ചില സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് അവരുടെ കൂടെ താമസിച്ചിട്ട് നാളെ ഞാൻ തിരിച്ചു പോകും. അപ്പം വളരെ സന്തോഷമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് യാത്രയൊക്കെ പറഞ്ഞ് ഹാഷിം അവിടെ ഇറങ്ങി. പിന്നെ എൻ്റെ ഹോട്ടലിന് മുമ്പിൽ കൊണ്ടുപോയി എന്നെ ഇറക്കി വിട്ടിട്ട് കെൻ യാത്ര പറയാനുള്ള ഒരുക്കത്തിലാണ്. കാരണം കെന്നുമായിട്ടുള്ള കരാർ പ്രകാരം ഇന്നുകൊണ്ട് കെന്നിൻ്റെ ജോലി തീരുകയാണ്. ഇനി നാളത്തെ സമയം ഞാൻ തനിച്ച് ഈ സരയേവോ നഗരത്തിൻ്റെ പരിസരത്തുള്ള കുറേ കാഴ്ചകളിലേക്കാണ് പോകണ്ടേ. കൂടാതെ മറ്റന്നാൾ പുലർച്ചെ എനിക്ക് മടങ്ങുകയും വേണം നാട്ടിലേക്ക്. അപ്പോൾ കെൻ ചോദിച്ചു, നാളെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞു, മലമുകളിൽ നിന്ന് ഈ നഗരത്തെ ഉപരോധിച്ച കഥ പറഞ്ഞല്ലോ. ആ ഉപരോധിച്ചപ്പോഴും 4 കൊല്ലത്തോളം ഈ നഗരം എങ്ങനെ പിടിച്ചു നിന്നു? അതിനൊരു ഉത്തരവുണ്ട്. ഈ നഗരത്തിന് പുറത്തേക്ക് ഇവർ പണിത ഒരു രഹസ്യ തുരങ്കം, സരയേവോ ടണൽ. ആ ടണൽ കാണാൻ എനിക്ക് രാവിലെ പോകണം. അപ്പോൾ കെൻ പറഞ്ഞു, എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു, എങ്ങനെയും പോവും. അങ്ങനെയാണ് ഞാൻ വരാം. അപ്പോൾ കെന്നിനോട് അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല, അതിൻ്റെ പൈസയൊന്നും പറഞ്ഞിരുന്നില്ല. കെൻ പറഞ്ഞു, അത് സാരമില്ല, ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട് ആ ടണലിലേക്ക്. അപ്പോൾ നിങ്ങൾ ബസ്സിനും ട്രാമിനൊന്നും പോക്ക് നടക്കില്ല, അല്ല ടാക്സി വിളിക്കണം. ടാക്സി വിളിച്ചാലും ഒരു 10-30 യൂറോ എങ്കിലും കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, ഞാൻ വരാം, ഞാൻ നിങ്ങളവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വിടാം, എനിക്കൊരു 25 യൂറോ തന്നാൽ മതി. ശരി, അങ്ങനെയാണ് ഞാൻ എഗ്രി ചെയ്തു. കെന്നാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അങ്ങനെ കെന്നിനെ പിരിഞ്ഞു. ഞാൻ ഹോട്ടലിലേക്ക് കയറിയില്ല, പകരം പഴയ നഗരത്തിലേക്ക് നടന്നു. പഴയ നഗരത്തിലേക്ക് ഇപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും നേരം 10 മണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പല തെരുവുകളിലും ആളൊക്കെ കുറഞ്ഞു. ഇന്നൊരു നല്ല വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ വലിയ തിരക്കില്ല.
എന്നാൽ ഓൾഡ് ടൗണിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും കുറേ ആളുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളിലെ ആളുകളുണ്ട്, ബാറുകളിലെ ആളുകളുണ്ട്, ബീർ നുണഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ അകത്തിരുന്ന് കഥ പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ 8 മണിയായപ്പോഴത്തേക്കും കെൻ കാറുമായിട്ട് വന്നു. ഞങ്ങൾ കാറിൽ കയറി. ഇനി പോകുന്നത് ഈ സരയേവോ ടണൽസ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്കാണ്. അതിന്നൊരു ചരിത്ര സ്മാരകമാണ്, മ്യൂസിയമാണ്. ദിവസവും ബോംബ് സ്ഫോടനങ്ങൾ, ദിവസവും ഗ്രനേഡ് ആക്രമണങ്ങൾ, ദിവസവും ഷെല്ലാക്രമണങ്ങൾ, മിസൈലുകൾ വന്ന് വീഴുന്നു. നിരവധി ആളുകൾക്ക് ദിവസവും പരിക്കേൽക്കുന്നവർക്ക് വേദന സംഹാരി പോലും കൊടുക്കാനില്ലാത്ത അവസ്ഥ. നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മലനിരയുണ്ട്. ആ മലനിരയിൽ മാത്രം സെർബിയൻ സൈന്യം വന്നിട്ടില്ല. ആ മലയിലെത്തിയാൽ, ആ മല കടന്നാൽ പ്രധാന ഹൈവേയിലേക്ക് ചെല്ലാം. ആ ഹൈവേയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മറ്റ് പല നഗരങ്ങളിലേക്കും പോകാം. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അങ്ങോട്ട് കടക്കണമെങ്കിൽ ആ പടിഞ്ഞാറേ അറ്റത്ത് നമ്മൾ വന്നിറങ്ങിയ വിമാനത്താവളമുണ്ട്. ആ വിമാനത്താവളത്തിൻ്റെ റൺവേ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. അത് ഏത് മലയുടെ മുകളിൽ നിന്നാലും പട്ടാളക്കാർക്ക് ഈ റൺവേ കാണാം, റൺവേയും വിമാനത്താവളം കാണാം. അവിടെ മരങ്ങളൊന്നുമില്ലല്ലോ. അപ്പം ഇതിനെ ക്രോസ് ചെയ്ത്, ഈ വിമാനത്താവളത്തെ ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ അതിനപ്പുറമുള്ള മലനിരകളിലേക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ. ആ മലനിരകൾ കടന്നാൽ പുറത്തേക്ക് ഇറങ്ങാം, നഗരത്തിന് പുറത്തേക്ക് പോകാം. അവിടെ പട്ടാളക്കാരുടെ സാന്നിധ്യം തീരെ കുറവാണ്. തന്നെയല്ല, അവിടെ വനവുമാണ്. അപ്പോൾ ഒരൊറ്റ പ്രശ്നമുണ്ട്, ഒരു 10 കിലോമീറ്റർ ഇവർ ഈ കെട്ടിടങ്ങളുടെ മറ പറ്റി ഒളിവ് പറ്റി നടന്ന് ഇവർക്ക് ഈ എയർപോർട്ടിൻ്റെ റൺവേയുടെ സമീപം വരെ ആളുകൾക്ക് എത്താൻ പറ്റും. പക്ഷേ അവിടുന്ന് അപ്പുറം കിടക്കാൻ നിർവാഹമില്ല. ഏതാണ്ട് 1 കിലോമീറ്റർ വീതിയിൽ വിമാനത്താവളത്തിൻ്റെ റൺവേ കിടക്കുകയാണ്. എന്തു ചെയ്യും? അങ്ങനെയാണ് അവരൊരു തീരുമാനത്തെത്തിയത്, ഈ റൺവേക്കടിയിലൂടെ ഒരു തുരങ്കം പണിയുക. എന്നിട്ട് ഈ റൺവേക്ക് അപ്പുറേ പോയി പുറത്ത് വന്നിട്ട് ഈ മല കയറി മറുവശത്ത് കടന്ന് മറ്റ് നഗരങ്ങളിലേക്ക് പോകാം. അവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം, മരുന്ന് കൊണ്ടുവരാം, ആവശ്യ വസ്തുക്കൾ കൊണ്ടുവരാം. കൂടാതെ ഇവിടുന്ന് പരിക്ക് പറ്റിയവരെ മറ്റ് നഗരങ്ങളിലേക്ക് കൊണ്ടുപോയി ചികിത്സിപ്പിക്കാനും പറ്റും. ഈ സരയോവയെ മാത്രം ഇങ്ങനെ ഉപരോധിക്കാൻ കാരണം എന്താ? സരയോവ ആണ് ബോസ്നിയയുടെ തലസ്ഥാനം. ബോസ്നിയയുടെ തലസ്ഥാനം വീണാൽ രാജ്യം വീണു. അങ്ങനെയാണല്ലോ, തലസ്ഥാനം ആക്രമിച്ച് വീഴ്ത്തുക എന്നുള്ളതാണ് ഏത് യുദ്ധത്തിലെയും പ്രധാന തന്ത്രം. അപ്പോൾ സരയോവ വീഴ്ത്തുക എന്നുള്ളതായിരുന്നു സെർബിയയുടെ ഉപരോധത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയുള്ള ആ ടണൽ തുടങ്ങുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവിടെ ഇന്ന് വലിയൊരു മ്യൂസിയമാണ്. കാരണം ഇവരുടെ ഉപരോധത്തെ അതിജീവിച്ചതിൻ്റെ ഏക കാരണം ഈ ടണലാണ്. ഏതാണ്ട് 2 വർഷത്തോളം ഈ ടണലിലൂടെയാണ് ഈ ലക്ഷക്കണക്കിന് മനുഷ്യർക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ, കഷ്ടിച്ച് ജീവിക്കാനുള്ള റേഷൻ സാധനങ്ങൾ, വലിയ പരിക്കേറ്റവരെ ചുവന്ന് ഉന്തുവണ്ടിയിലൊക്കെ ആക്കി ഈ ടണലിനകത്തൂടെ തള്ളിക്കൊണ്ടുപോയി മറുകര എത്തിച്ച് മുകളിൽ കയറ്റി മറ്റ് നഗരങ്ങളിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചത്. ചിലരൊക്കെ ആ വഴിയിൽ തന്നെ, ആ ടണലിൽ വെച്ച് തന്നെ മരിച്ചു. ദുർഘടമായിരുന്നു ആ യാത്ര. അപ്പോൾ ആ ടണൽ ഓഫ് ഹോപ്പ് എന്നാണ് ഇന്നറിയപ്പെടുന്നത്, പ്രതീക്ഷയുടെ ടണൽ. ആ ടണൽ മൂലമാണ് ബോസ്നിയ പിന്നീട് നിലനിന്നതെന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഈ സരയോവോ നഗരം പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞെന്ന് പറയാം. അങ്ങനെ ഓടി ഒരു വീടിൻ്റെ മുമ്പിലാണ് കാർ പോയി നിൽക്കുന്നത്. ആ ഒരു വീടിനകത്തു നിന്നാണ് ഈ ടണൽ തുടങ്ങുന്നത്. ഈ ടണൽ പോയി അവസാനിക്കുന്നത് 1 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വീടിനകത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആളുകൾ ടണൽ കുഴിക്കുന്നതൊന്നും പുറത്തുനിന്ന് ഒരാൾക്കും മനസ്സിലാവാത്ത മട്ടിലായി. അപ്പോൾ അങ്ങനെ ആ ടണൽ തുടങ്ങുന്ന വീടാണ് ഇന്നൊരു മ്യൂസിയം ആക്കിയിരിക്കുന്നത്. അതിന് മുമ്പിലാണ് പോയി നിൽക്കുന്നത്. ആ വീടിൻ്റെ ചുവരുകളിലൊക്കെ വെടിയുണ്ട തറച്ച പാടുകൾ കാണാം ഇപ്പോഴും. അതൊക്കെ അതുപടിയുണ്ട്. അതുപോലെ തന്നെ പല ഭാഗങ്ങളും ക്യാമഫ്ലാഷ് ചെയ്ത് ഇട്ടിരിക്കുന്നു. ഒരു യുദ്ധകാലത്ത് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ കിടക്കുന്നു. അതിനകത്തേക്ക് കയറാൻ 10 കൺവേർട്ടബിൾ മാർക്കിൻ്റെ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു, അകത്തേക്ക് കയറി. അപ്പോൾ അകത്ത് കയറി ചെല്ലുമ്പോൾ ആ പഴയ വീട് അതുപടി തന്നെ നിർത്തിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ മട്ടിൽ തന്നെ. ആ വീടിനകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ ആദ്യ ഭാഗത്തൊരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിൽ ഈ ടണൽ കുഴിച്ച കാലത്തെ ഫോട്ടോകളാണ്. സ്വമേധയാ ആളുകൾ വന്നു തുടങ്ങി. രഹസ്യമായിട്ടാണ് വരുന്നത്. അവർ രാവും പകലും പണിയെടുത്തു. കൂടുതൽ പണി രാത്രിയിലായിരുന്നു. ഈ പുറത്തിറക്കുന്ന മണ്ണ് ചാക്കിൽ കെട്ടി ധാന്യം കൊണ്ടുപോകുന്നത് പോലെ തലയിലാക്കി ഈ നഗരത്തിൻ്റെ പലയിടത്ത് കൊണ്ടുപോയി ചതറിച്ചിട്ടു, പലയിടത്താക്കി കൊണ്ടുപോയിട്ടു. ഒരിടത്തായിട്ട് കൂടി കിടന്നാൽ ഇതെങ്ങനെയാണ് വന്നതെന്ന് അന്വേഷണം ഉണ്ടാവുമല്ലോ. അങ്ങനെ വളരെ രഹസ്യമായിട്ട് ഏതാണ്ട് 6 മാസം എടുത്താണ് ഈ ടണൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ടണൽ നിർമ്മിച്ച കാലഘട്ടത്തിലെ പല പ്രവർത്തനങ്ങളുടെ ഫോട്ടോകൾ അവിടെയുണ്ട്. ഈ ടണൽ നിർമ്മാണത്തിൽ പങ്കെടുത്ത നിരവധി ആളുകളുടെ പേരുണ്ട്. ആ പേരെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ പലരുടെയും ഫോട്ടോ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ടണൽ നിർമ്മാണത്തിൽ ജോലി ചെയ്ത ആളുകൾ, 100 കണക്കിന് ആളുകൾ ചേർന്നാണ് ആ ടണൽ നിർമ്മിച്ചത്. 6 മാസം കൊണ്ട് പണി തീർന്നു. അപ്പം അതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ ഒരിടത്ത്. അവിടെ ഒരു വിസിറ്റേഴ്സ് ബുക്കുണ്ട്, രജിസ്റ്ററുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ആളുകളെല്ലാം അവിടെ ഒപ്പിട്ടിട്ട് പോകുന്നു. ഞാനും അതിൽ ഒപ്പിട്ടു. എൻ്റെയും സാന്നിധ്യം അവിടെ ഡോക്യുമെൻ്റ് ആക്കി. അടുത്തതൊരു അവിടുന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങും, ഗുഹയിലേക്ക് അല്ലെങ്കിൽ ടണലിലേക്ക് ഇറങ്ങുന്നിടത്ത് ചെല്ലുമ്പോൾ ഒരു മുറിയുണ്ട്, ഈ കെട്ടിടത്തിനകത്ത് തന്നെ. ആ മുറിക്കകത്ത് ഈ ടണലിലൂടെ കടത്തിക്കൊണ്ട് വന്ന ആയുധങ്ങളൊക്കെ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ സെർബുകൾ മലമുകളിൽ നിന്ന് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഇവർ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഇവരും അങ്ങോട്ട് ഗ്രനേഡുകൾ പൊട്ടിക്കുന്നുണ്ട്, റോക്കറ്റൊക്കെ അയക്കുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇവർ അങ്ങോട്ട് തിരിച്ചു ആക്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രദമായില്ല.
അതിനുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ അവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോഴും കാണാം. അവിടുന്ന് പിന്നെ നമ്മൾ ഈ ടണലിനകത്തേക്ക് ഇറങ്ങുകയാണ്. ടണലിനകത്തേക്ക് നമുക്ക് കുനിഞ്ഞ് നടക്കാൻ പറ്റുള്ളൂ. ഈ ടണലിനകത്തുകൂടെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യം വിട്ടുപോയതെന്നൂടെ ഓർക്കണം. ആ കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഹാഷിമിനെ പോലെ നിരവധി ആളുകൾ രാജ്യം വിട്ടുപോയത് ഇവിടുന്ന് ഉപരോധത്തിൽ നിന്ന് വീർപ്പ് മുട്ടി അവസാനം ഈ ടണലിലൂടെ ആണ് രക്ഷപ്പെട്ടു പോയത്. കൂടാതെ പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോയത് ഈ ടണലിലൂടെയാണ്. അവരെ കൊണ്ടുവന്ന സ്ട്രെച്ചറുകളുണ്ട്. ഈ സ്ട്രെച്ചറുകൾ ഈ ട്രാക്കിനകത്ത് 2 പാളങ്ങളിട്ട് അതിലൂടെ ഉന്തിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചരക്കുകൾ, ഇങ്ങോട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, ആയുധങ്ങൾ, മരുന്ന്, അത്യാവശ്യ മരുന്ന്, ഇതെല്ലാം കൊണ്ടുവന്നിരുന്നത് അവിടുന്ന് ഇങ്ങോട്ട് എതിർദിശയിൽ ഈ പാളത്തിലൂടെ തന്നെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ 2 മണിക്കൂർ ഇടവിട്ടാണ് ഒരു ദിശയിലേക്ക് ഗതാഗതം അനുവദിച്ചിരുന്നത്. ആദ്യത്തെ 2 മണിക്കൂർ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടവരെ സാധനങ്ങളെല്ലാം വിടും. അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത 2 മണിക്കൂർ അവിടുന്ന് ഇങ്ങോട്ട്, ഇങ്ങനെ 2 മണിക്കൂർ ഇടവിട്ട് വിടുമായിരുന്നു. അപ്പോൾ ഈ രാജ്യം വിട്ടു പോകണം എന്നുള്ളവർക്ക് പട്ടാളം ഫീസ് ചുമത്തി. കാരണം ഇവിടുന്ന് ഈ ബോസ്നിയ ഉപേക്ഷിച്ച് പോവുകയാണ്. ബോസ്നിയ ഉപേക്ഷിച്ച് പോവുക, അല്ലെ സരയോ ഉപേക്ഷിച്ച് ഈ ബോസ്നിയാക്കുകൾ പോവുക എന്ന് പറഞ്ഞാൽ അവിടെ അംഗസംഖ്യ കുറയുകയാണ്. അംഗസംഖ്യ കുറയുമ്പോൾ നാളെ ഈ നാട് പിടിച്ചു നിർത്താൻ, ഈ നാട് തങ്ങളുടേതെന്ന് പറയാൻ ആളില്ലാതാകുകയാണ്. അത് വലിയ നഷ്ടമാണ്. ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നവരിൽ നിന്ന് ഒരാളിൽ നിന്ന് $120 വരെ മേടിച്ചിരുന്നു. എങ്കിലും ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഈ ടണലിലൂടെ പോയിരുന്നു. 3000-ഓളം ആളുകൾ ഓരോ ദിവസവും ഈ ടണലിലൂടെ കടന്നുപോയി എന്നാണ് കണക്ക്. ഓരോ ദിവസവും ആ ടണലിനകത്തൂടെ കുറേ ദൂരം നമുക്ക് നടക്കാം. ഈ ടണലിൽ മഴക്കാലത്ത് വെള്ളം വന്ന് നിറയും. അപ്പോഴും ആളുകൾ ഇതിലൂടെ കടന്നു പോകും. അരയോളം നെഞ്ചോളം വെള്ളത്തിൽ ആണ് ഇവർ നടന്നു പോവുക. തന്നെയല്ല, ഈ ടണലിനകത്ത് 1 കിലോമീറ്റർ ദൂരത്തിൽ വെന്റിലേഷൻ ഇല്ല, പുറത്തുനിന്ന് വായു വരില്ല. അതുകൊണ്ട് തന്നെ കുറേ അങ്ങ് നടന്നു കഴിയുമ്പോഴത്തേക്കും ദുർഗന്ധവും ശ്വാസപ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് മനുഷ്യർ 1 കിലോമീറ്റർ ഈ ഇരുണ്ട ഗുഹയ്ക്കകത്തൂടെ നടന്ന് സരയോവയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ സരയോവയിലേക്ക് ജീവൻ രക്ഷാ മരുന്നുകളും അത്യാവശ്യം ജീവിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവന്നത്. നമ്മൾ കേരളം പോലൊരു സ്ഥലത്ത് നിന്ന് യുദ്ധത്തെ കാണുന്നത് ഒരു സിനിമ കാണുന്നത് പോലെയല്ലേ? ഒരു സിനിമയോ ഒരു ക്രിക്കറ്റ് മത്സരമോ ആസ്വദിക്കുന്ന പോലെയല്ലേ നമ്മൾ യുദ്ധങ്ങളെ കാണുന്നത്? ആ പൊട്ടിക്ക് എന്ന് ഇവിടെ ഇരുന്ന് കൈയടിച്ച് കൊടുക്കുന്ന അത്ര ലളിതമായിട്ട് നമ്മളിതിനെ ആസ്വദിക്കുന്നു. പാകിസ്ഥാനുമായി ഏറ്റുമുട്ടലുണ്ടായ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും വാർത്തകൾക്ക് താഴെയും ഒക്കെ വന്ന കമൻറ്റുകൾ കാണുമ്പോൾ നമ്മൾ എത്ര ലളിതമായിട്ടാണ് ഈ പ്രശ്നങ്ങളെ കാണുന്നതെന്നും എത്ര ഉത്തരവാദിത്തരഹിതമായിട്ട് പലപ്പോഴും കമൻറ്റുകൾ ഇടുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു യുദ്ധമെങ്കിലും അനുഭവിച്ച ഒരാൾക്ക്, ജീവൻ പണയം വെച്ച് അവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏത് നിമിഷം തലയിൽ ഒരു മിസൈൽ വന്ന് വീഴുമെന്നോ ഒരു ഷെല്ല് വന്ന് പതിക്കുമെന്നോ ഭയക്കുന്ന ഒരാൾക്ക്, അടുത്ത നിമിഷം എൻ്റെ ബന്ധുക്കളും ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഒരു യുദ്ധം യഥാർത്ഥത്തിൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് കണ്ട് രസിക്കാൻ കഴിയുന്ന ഒരു ഇടിപ്പടം മാത്രമാണ് യുദ്ധം. ആ ടണലിനകത്തെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തും യുദ്ധകാലത്തെ നിരവധി ചിത്രങ്ങളും ഫോട്ടോകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഇന്നത്തെ പോലെ നഗരം അങ്ങനെ നിൽക്കുകയായിരുന്നില്ല. നിരന്തരം ഷെല്ല് വന്ന് വീഴുന്നു, നിരന്തരം ഗ്രനേഡുകൾ വന്ന് പതിക്കുന്നു, ഉയരമുള്ള വലിയ കെട്ടിടങ്ങളെല്ലാം മിസൈൽ കൊണ്ട് അല്ലെങ്കിൽ ഗ്രനേഡ് കൊണ്ട് ആക്രമിക്കുന്നു, അതെല്ലാം നിന്ന് കത്തുന്നു. ഇതിൻ്റെ എല്ലാം ഫോട്ടോകളാണ്. ഓരോ ദിവസവും 100 കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, കാമുകിയെ നഷ്ടപ്പെട്ട കാമുകൻ, സഹോദരനെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ, ഇവരുടെയൊക്കെ ആർത്ത വിലാപങ്ങൾ, കരച്ചിലുകളുടെ ദൃശ്യങ്ങളാണ്. ചങ്ക് തകർന്നു പോകുന്ന കാഴ്ചകളാണിതെല്ലാം. ഇതെല്ലാം കണ്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ മടക്കയാത്രയ്ക്ക് എൻ പറഞ്ഞു, നമ്മൾ ഇനി പിരിയുകയാണല്ലേ, വളരെ അടുത്ത ഒരു സുഹൃത്തിനെ പിരിയേണ്ട ഘട്ടമെത്തിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഓടി നഗരത്തിൻ്റെ ട്രാമുകൾ ഓടുന്നൊരു സ്ഥലത്തേക്ക് എത്തി. ഞാൻ കെന്നിനോട് പറഞ്ഞു, കെന്നെ തൊട്ടടുത്ത ട്രാം സ്റ്റേഷനിൽ എന്നെ വിട്ടാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊരു ട്രാമിൽ കയറിയില്ല ഇവിടുത്തെ. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള ദൂരം ട്രാമിൽ പോയിക്കോളാം. അങ്ങനെ ആ ട്രാം സ്റ്റേഷന് മുമ്പിൽ കൊണ്ടേ വണ്ടി നിർത്തി. ഞാൻ അവിടെ ഇറങ്ങി. കെന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. കെന്ന് കൊടുക്കാനുള്ള ബാക്കി പൈസ കൊടുത്തു. യാത്ര പറഞ്ഞു. കെന്ന് വണ്ടി ഓടിച്ചു പോയി. ഞാനങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരു ട്രാം വരുന്നു. അതിൽ ചെന്ന് കയറി. ഈ സമയമായപ്പോഴത്തേക്കൊരു 11:30 കഴിഞ്ഞിരിക്കുന്നു. 11:30 അധികം ആളുള്ള സമയമല്ല. രാവിലെ ഓഫീസിൽ പോകുന്നവരും ജോലിക്കാരുടെയൊക്കെ തിരക്ക് കഴിഞ്ഞൊരു സമയം. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളൊക്കെ ഉള്ളൂ. പക്ഷേ രസകരമാണ്. വലിയ ശബ്ദം ഉണ്ടാക്കി ചെയ്ത് പോകുന്നതെങ്കിലും രസകരമായൊരു യാത്രയാണ്. ട്രാമിൽ ഇരുന്നും നിന്നും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. ട്രാമിനകത്തെ കാഴ്ചകൾ, പുറത്തെ കാഴ്ചകൾ ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് സരയോവോ എന്ന നഗരത്തിൻ്റെ ജീവനാഡിയായ ആ ട്രാമിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.